എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗംഗ ടാരോ ഡിവൈനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഒരു കോമൺ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവണവർ മാത്രം എടുക്കുക, അല്ലാത്തവർ തള്ളിക്കളയുക. എനിക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കാർഡ് നിങ്ങളോട് പറയണത്. ഇങ്ങനെയാണ് കാർഡ് പറയണത്. നിങ്ങളുടെ ഭൂതകാലത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുകയാണ് നിങ്ങളിപ്പോഴും. നിങ്ങളൊരിക്കലും അതായത് മുന്നോട്ട് നടക്കാൻ തയ്യാറാവണില്ല. നിങ്ങളിപ്പോഴും ആ പാസ്റ്റിലാണ് നിൽക്കുന്നത്. അത് ആലോചിച്ച് എപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത്. കഴിഞ്ഞ കാലത്തെക്കുറിച്ചിട്ട് എപ്പോഴും സങ്കടപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് നിങ്ങളെന്നാണ് പറയണത്. ആ ഭാരം നിങ്ങൾ ഏറ്റിയിട്ടാണ് നടക്കുന്നത്. എപ്പോൾ നോക്കിയാലും എപ്പോഴും, അതായത് ഏത് സമയത്തും നിങ്ങൾ സുഹൃത്തുക്കളുടെ ഇടയിൽ ഇരിക്കുകയാണെങ്കിലും, നിങ്ങൾ ഒരു ഫംഗ്ഷന് പോയാലും, നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിലും, എപ്പോഴും നിങ്ങളുടെ ആ ഒരു ദീർഘനിശ്വാസം ഇങ്ങനെ വരുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നതും എല്ലാം പാസ്റ്റ് ലൈഫിൽ കഴിഞ്ഞു പോയതിനെക്കുറിച്ച് മാത്രമാണ്. നിങ്ങൾ എന്തൊക്കെ ഉണ്ടായി, എങ്ങനെയൊക്കെ ദുഃഖിച്ചു, അല്ലെങ്കിൽ അത് എന്തെല്ലാം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടായില്ലേ, എങ്ങനെ വിഷമിച്ചു, ഇതാണ് എപ്പോഴും നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ക്ലിങ്ങിങ് ദ പാസ്റ്റ്, സൊറോ ദ ബർബൺ, അണ്ടർസ്റ്റാൻഡിങ് അവയർനെസ് ഇങ്ങനെയാണ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യ കാർഡിൽ തന്നെ പറയുന്നത് നിങ്ങൾ ആ ഭൂതകാലത്തെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നതെന്നാണ്. എപ്പോഴും ആ കഴിഞ്ഞ കാലത്തെ മാത്രം കുറിച്ച് സൊറാവ് എന്ന് പറയുമ്പോൾ ദുഃഖിച്ചിരിക്കണു. നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രം ആലോചിച്ച് ദ ബർഡൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഭാരത്തെ ഏറ്റി നിൽക്കണം. നിങ്ങൾക്ക് തന്നെ അറിയണില്ല എന്തിനാണ് ഇതിങ്ങനെ ചുമന്ന് കൊണ്ട് നടക്കണം എന്നുള്ളത് നിങ്ങൾ പോലും ചിന്തിക്കണില്ല. പക്ഷെ അത് നിങ്ങളെ എപ്പോഴും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താൻ നിങ്ങൾക്ക് കഴിയണില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് പോകും തോറും നിങ്ങളെ പാസ്റ്റ് ലൈഫിൽ തന്നെയാണ് നിൽക്കുന്നത്. കഴിഞ്ഞ കാലത്ത് ജന്മത്തിൻ്റെ കുറിച്ച് കാര്യമല്ല പറയുന്നത്. ഈ ലൈഫിൽ നിങ്ങളെ ഒരു പക്ഷേ ആരെങ്കിലും ചീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടി ഇനി കാത്തിരിക്കേണ്ട എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ഒരു വ്യക്തിയെക്കുറിച്ച്, ഏതൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ആ വ്യക്തി നിങ്ങളുടെ ലൈഫ് വിട്ടു പോയി എന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ ആ ഭൂതകാലത്തെ പറ്റിപ്പിടിച്ചിട്ട് നിൽക്കുകയാണ്. ആ ഒരു അവബോധം നിങ്ങളുടെ മനസ്സിലേക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യത്തിൽ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒട്ടേറെ ദുരിതങ്ങൾ തന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാവാം. സമൂഹത്തിന് മുമ്പിൽ ഒറ്റപ്പെടുത്തി നിന്ദിക്കും, പരിഹസിക്കും, അപമാനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ ഒരു പക്ഷേ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് തന്നെ കളഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും നിങ്ങളിപ്പോഴും ആ ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ ചിന്തിച്ചിട്ട് നെടുവീർപ്പ് വിടലും, അതുപോലെ നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിൽ മറ്റാരും കാണാത്ത ഒരു രഹസ്യ അറയിൽ നിങ്ങൾ ആ വ്യക്തി ഒളിപ്പിച്ചു വെച്ചു എന്നും വേണമെങ്കിൽ ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു ഭൂതകാലത്തിൽ പറ്റിപ്പിടിച്ച് നിന്നിട്ട് നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണില്ല. കാരണം ആ ഭാരം നിങ്ങൾ ഏറ്റി നിൽക്കുന്നത്, നിങ്ങൾ പുതിയ വിവാഹം കഴിച്ചിട്ടുണ്ടാവാം, പുതിയ ഭാര്യയായിട്ട് നിങ്ങൾ ലൈഫ് കഴിയുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഭർത്താവിനായിട്ട് നിങ്ങൾ ലൈഫിൽ കഴിയുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ ആ കഴിഞ്ഞ പാസ്റ്റ് ലൈഫിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. ഒരു പക്ഷേ ആ ഒരു വേദന നിങ്ങൾക്ക് ഒരു പക്ഷെ മരണം വരെ മറക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. കാരണം അത്രയും അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത്രയും വേദനിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു വെറുപ്പോ ദേഷ്യമോ വിദ്വേഷമോ ഒന്നുമല്ല ഉള്ളത്. ഇവിടെ ഒരു പകയല്ല ഉള്ളത്. മറിച്ച് ആദ്യമൊക്കെ ഒരു പക തോന്നിയിട്ടുണ്ടായിരിക്കും ഒരു പക്ഷെ നിങ്ങൾക്ക്. പക്ഷേ പിന്നീട് അത് പക മാറിയിട്ട് നിങ്ങളിപ്പോഴും ആ ഒരു വ്യക്തി തന്ന ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഒരു ഇഷ്ടമോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ തന്നെയാണ് നിങ്ങളിപ്പോഴും നിങ്ങളുടെ ഭൂതകാലം അല്ലെങ്കിൽ ഇപ്പോഴും പാസ്റ്റ് ലൈഫും ഇപ്പോഴും ആ ഒരു വ്യക്തിയെ ചുറ്റിപ്പറ്റിയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. പക്ഷെ നിങ്ങൾ സമ്മതിക്കില്ലെങ്കിൽ പോലും നിങ്ങളുടെ ആ ലൈഫിൽ ഇപ്പോഴും ആ വ്യക്തി എത്ര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് രഹസ്യമായിട്ട് നിങ്ങളത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് പുറത്ത് കാണിക്കാൻ നിങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല, അത് തയ്യാറാവില്ല, നിങ്ങളത് നിരസിക്കുകയേ ചെയ്യുള്ളൂ. അപ്പോൾ പാസ്റ്റ് ലൈഫ് വിട്ട് നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്നുണ്ടെന്ന് പൊതുവേ നിങ്ങൾക്ക് അത് കാണിക്കണില്ലെങ്കിൽ, അതായത് പൊതുസമൂഹത്തിൻ്റെ ഇടയിലോ നിങ്ങളെ വീട്ടുകാരുടെ ഇടയിലോ നിങ്ങളെന്ന വ്യക്തി ദുഃഖിച്ചിരിക്കണില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിനെക്കുറിച്ച് ദുഃഖിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നുണ്ടായിരിക്കുന്ന സ്നേഹമായിരിക്കാം, ഒരു പക്ഷേ കെയറിങ് ആയിരിക്കാം,
ഒരിക്കലും നിങ്ങൾക്ക് ആ ലൈഫിൽ ആ ഒരു വ്യക്തി തിരിച്ചു വരില്ല. നിങ്ങൾ ആ വ്യക്തിയെ കാത്തിരുന്നിട്ട് യാതൊരു വക കാര്യമില്ല എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം അവർ മറ്റൊരു കുടുംബമായിട്ട് ജീവിക്കണം, സന്തോഷമായിട്ട് ജീവിക്കണം. പക്ഷെ നിങ്ങൾ എന്ന വ്യക്തി ഇപ്പോഴും ആ ഒരു വ്യക്തിയിലാണ് ഇപ്പോഴും നിൽക്കണത് എന്നുള്ളതാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോവുക, മൂവ് ഓൺ ചെയ്യുക. കാരണം ആ വ്യക്തി നിങ്ങളെ ചിന്തിക്കണില്ല, പക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ എപ്പോഴും ചിന്തിച്ചിരിക്കണു. അത് നിങ്ങളുടെ ലൈഫിൽ ദുഃഖം മാത്രമേ തരുള്ളൂ എന്നാണ് യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിയിൽ നിന്ന് എപ്പോഴാണ് നിങ്ങൾ മുന്നോട്ട് പോകണത്, മൂവ് ഓൺ ചെയ്യണമെങ്കിൽ അന്ന് മുതൽ നിങ്ങൾക്ക് ഹാപ്പി ലൈഫ് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായി മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്തിട്ട് മനസ്സിൽ നിന്ന് പാസ്റ്റ് ലൈഫിലുള്ള സങ്കടങ്ങളെ ബേൺ ചെയ്ത് കളയുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് യൂണിവേഴ്സ് കൊണ്ടുവന്ന് തരും. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.